അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയുടെ കൂടെ കുട്ടീസിനുള്ള കുട്ടി വടയും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു, ഞങ്ങളെപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കിയാലും ശരിയാവുന്നില്ല, നടുക്ക് ഹോളിടാൻ പറ്റുന്നില്ല, ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കതെങ്ങനെ അത് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 കപ്പ് ഉഴുന്നാണ്. നന്നായി കഴുകി വാരിയ ഉഴുന്ന് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം കഴുകി വാരി വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രൈൻഡറാണ്. നമുക്ക് വെള്ളം ഒട്ടും ചേർക്കേണ്ടി വരത്തില്ല. കൂടി വന്ന 1 സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല ഗ്രൈൻഡർ ആണെങ്കിൽ. പക്ഷേ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സി തന്നെ യൂസ് ചെയ്യാം. പക്ഷേ മിക്സി യൂസ് ചെയ്യുമ്പം കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നോക്കുക. അങ്ങനെ ഒരിക്കലും ഒത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കണം. എന്നെങ്കിലേ അത് ശരിയായി വരത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലും കുറച്ചും കൂടെ വെള്ളം കുറയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലത്. നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള ചെറുതായി വളരെ തിന്നാക്കി കുരുകുരാന്ന് അരിഞ്ഞ് എടുക്കുക. അതിലേക്ക് നിങ്ങളുടെ എരിവിന് പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ലായിരുന്നു. മുഴുവൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 8 തൊട്ട് 10 മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് എയർ ഇങ്ങനെ കയറ്റാനായിട്ട് എയറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചേരുവകളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഉഴുന്ന് ഇങ്ങനെ കൈകൊണ്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഒരു 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വെച്ച് അടച്ചു വെക്കുക. അതിനുശേഷം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കലും സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഉഴുന്നുമായിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കരുത്. കാരണം അപ്പോൾ കയ്പ്പുണ്ടാകും. ഉഴുന്ന് മാത്രം അരച്ചിട്ട് നന്നായി കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ട് അത് തന്നെ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഒരിക്കലും മിക്സ് ചെയ്തിട്ട് വെക്കരുത്. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ ഉരുളകളായിട്ട് ചെറുതോ വലുതോ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച്, നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കൈയുടെ 4 വിരലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നന്നായി ഉരുട്ടിയിട്ട് നടുക്കൊരു ഹോളിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്. ഇതിന് ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊരു ഷേപ്പ് വരാത്തത്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഓക്കെ ആയി എടുക്കാമെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒത്തിരി വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ റവയാണെങ്കിലും ചേർക്കാം. ഇതുപോലെ നടുക്കൊരു ഹോളിട്ടിട്ട് കൊടുത്താൽ മതി. എപ്പോഴും ഓരോ ചെറിയ ബോൾസ് എടുക്കുകയാണ് നല്ലത്. അതിങ്ങനെ 4 വിരലിലും കൊണ്ടുവന്ന് നന്നായി ഒന്ന് ഉരുട്ടിയിട്ട് നടുക്കൊരു നമ്മുടെ വലിയ വിരൽ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തേച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ആദ്യമേ നമുക്കൊരു പാട് പോലെ തോന്നും, പിന്നെ ഉണ്ടാക്കി അത് നമുക്കൊരു ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ നല്ല എക്സ്പേർട്ട് ആയിക്കോളും. എൻ്റെ ചില സമയത്ത് ഷേപ്പൊന്നും ഇല്ലാതെയൊക്കെ വരും. പക്ഷേ ഇവിടെ പിന്നെ നിങ്ങൾക്ക് സ്പൂണ് കൊണ്ട് ചെറിയ ബോൾസായിട്ട് കോരിയിട്ട് വറുത്തെടുക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. വലുതായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കത്തില്ല. ഒന്നല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ചെറിയ ബോൾസ് പോലെ കോരിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ചെറിയ വട ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ കോരിയെടുത്ത് ഹോൾസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് എങ്ങനെയാണ്
അല്ലാതെ കറക്റ്റ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് നമ്മുടെ സിപ്പ് ലോക്ക് കവറോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഫില്ല് ചെയ്ത് ചെറിയൊരു ഓട്ട അടിയിൽ കോണിക്കൽ ഷേപ്പിലാക്കി വെച്ചിട്ട് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കുക. ആ ചെറിയ ഓട്ട കുട്ടികൾക്ക് ചെറിയ വട ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചെറിയ ഓട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എന്താ പറയണേ, നമ്മുടെ ജിലേബിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് എടുക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ട്സിലോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. അവർ ചട്നി കൂട്ടി നന്നായി കഴിക്കും. ഏത് ഷേപ്പോ ഹാർട്ട് ഷേപ്പോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇതാണ് കുട്ടി വട ഉണ്ടാക്കുന്ന രീതി. ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പിൽ വലിയ വട ഉണ്ടാക്കാനായിട്ട് ആ സെയിം സിപ്പ് ലോക്ക് കവറിൽ തന്നെ ഇത്തിരി കൂടി വലിയ ഹോൾ ഇടുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ മതി. സോ ഈസി. ഇത് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എനിക്കും ഏറ്റവും ഇഷ്ടം സ്പൂണിൽ ചെറുതായിട്ട് ഇങ്ങനെ കോരി വെച്ച് നല്ല ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അത് ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ കൂടെ കിടക്കുന്നുണ്ടോ ചെറിയ ബോൾ പോലെ, അതുപോലെ. അത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും അതിങ്ങനെ പറക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാ ഹാഫിസ്.